ചേർത്തല ഹാർബർ. ഹാർബർ എന്നല്ലേ മാമ പറയുന്നേ? ബാർബറാ എങ്ങനെയാ? ഹാർബർ. ഞാൻ അവിടെ ഫസ്റ്റ് ടൈം, എനിക്ക് ഇതിനെ പറ്റൊന്നും അറിയാൻ പാടില്ല. ആരാ? ഞാൻ യൂട്യൂബിൽ. ഗൈസ് ഇതാണ് അപ്പം ചേർത്തല ഹാർബർ. ചെല്ലാനം ഹാർബർ. അതാണ് ചെല്ലാനം ഹാർബർ. ഈ സൈഡിൽ ഈ കെട്ടിയിട്ടേക്കുന്ന കാണുന്ന എല്ലാം സുനാമി വന്നപ്പം ഇവിടെ ഒരുപാട് നാശങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഇപ്പം എനിക്കൊന്ന് ഗവൺമെൻറ് ഇതാക്കിയതാണ്. മാമ ഇത് എത്ര ഇതിൻ്റെ മാമ ഇത് പണിതിട്ടേക്കുന്ന? ഇത് എത്ര ലക്ഷം രൂപയുടെ? 100 കോടി. ലക്ഷമല്ല കേട്ടോ, കോടി. 400 കോടിയുടെയാണ് ആ പണിത സൈഡിലെല്ലാം ആക്കി ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് ഒന്നും ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കണ്ടോ ഇവിടെ പണിതിട്ടേക്കുന്നുണ്ടല്ലോ. ഈ സുനാമി വരുമ്പോൾ കുറേ എല്ലാം പറയാനുണ്ടോ? എന്തേലും പറയാനുണ്ടോ? ഇവിടെ നല്ല മഴ ഇടിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. മഴ ചെറിയ ചാറ്റമഴ പെയ്യുന്നുണ്ട്. ഇതിവിടെ എന്തുവാടി പറ, ഇതിന്റെ എനിക്കൊന്നും ഇത് കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട്. ഇത് ശരിക്കും ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ കിടക്കുന്നതാണ്. നല്ല നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. ഒത്തിരി ബോട്ടുണ്ട്. അങ്ങ് അറ്റം വരെയും ബോട്ടാകത്ത. അങ്ങറ്റം വരെയും ബോട്ട്. ഫുള്ള് അങ്ങ് അറ്റം വരെയും. നന്ദു ഇവിടെ വരും എപ്പോഴും അല്ലേ? നമ്മൾ ഞങ്ങൾ മറ്റേ അപ്പുറത്തെ ബീച്ചിലേ പോയിട്ടുള്ളൂ. ഇവിടെ പക്ഷെ എന്തായാലും സൂപ്പറാ അല്ലേ? നല്ല വ്യൂ ഉണ്ട്. സ്ഥലം ഈ കാണുന്നതാണ് കേട്ടോ. ഇങ്ങനെ അങ്ങ് അറ്റം വരെയും മിന്നുന്നുണ്ടോ? അങ്ങ് അറ്റം വരെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുവാണ്. ഹാർബറിൽ കാണുന്ന സ്ഥലമാണ്. കഴിഞ്ഞ സുനാമിയിൽ വെള്ളം കയറി നഷ്ടപ്പെട്ടു പോയ സ്ഥലമാണിത്. പിണറായി സർക്കാരിന് 400 കോടി രൂപ മുടക്കി പണിതൊരു പ്രോജക്റ്റാണിത്. ഇതങ്ങ് ഹാർബർ വരെയും കിടക്കുകയാണ്. ഇവിടെയാണ് മെയിനായിട്ട് സുനാമി ഉണ്ടായത്. ഇവിടെ മതി. പക്ഷെ നമ്മക്കിത് എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ? രാവിലത്തെ ആയിരിക്കും. അവരപ്പ ചാക്കിനകത്തൊക്കെ കെട്ടിക്കൊണ്ട് എടുക്കുന്നുണ്ട്. ഇവിടുന്ന് മണ്ണ് അങ്ങനെയാണ്. മീൻ ഇങ്ങനെ കിടക്കുന്നതാണ്. പക്ഷെ അതൊക്കെ നല്ലതാണോ നമുക്കങ്ങനെ അറിയത്തില്ല. ഇപ്പോൾ ഈ ഒരു മഴ ഇടിയും ഒക്കെ വെട്ടുന്നതുകൊണ്ടാണ്. നമുക്കല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങി നോക്കായിരുന്നു. ഇവിടുന്ന് ക്ലിയർ ആയിട്ട് അങ്ങനെ വെട്ടുന്നുണ്ട്. കണ്ടോ മീൻ ഇങ്ങനെ വന്ന് അടിയുന്നതാണോ? അത് മത്തിയാന്ന് തോന്നുന്നല്ലേ കിടക്കുന്നേ? മത്തിയാണ് കേട്ടോ ഈ കിടക്കുന്നതെല്ലാം. എന്തായാലും സൂപ്പറാണ്. പക്ഷെ ഇവിടെ ഇപ്പം നമുക്ക് ഇവിടെ കുറച്ച് നേരം കൂടെ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. നമ്മളിവിടുന്ന് പെരിയ അങ്ങോട്ട് വീട്ടിലോട്ട് നടക്കാം. നല്ല മഴ ഇടിയൊക്കെ കാരണം നമ്മൾ വീട്ടിലോട്ട് പോയി. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ വന്നേ ഉള്ളൂ. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. കാരണം നല്ല ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പുറത്തിന് വേറെയും പണിയുന്നുണ്ടോ?
നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങണ്ടായിരുന്നല്ലേ? ഷോ അതെ, മഴ പെയ്യുന്നു. അതെ, നല്ലതായിരുന്നല്ലേ? പക്ഷെ നമ്മൾ വന്ന സമയം നല്ല സമയമാണ്, കണ്ട അല്ലേ? ആ, ഇതെല്ലാം കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ ഫുള്ളുള്ള പണിത് വരിക. കണ്ടോ അവിടെ എല്ലാം പില്ലർ അടിച്ചിട്ടേക്കുന്ന കാണാം നമുക്ക്. പിന്നെ എനിക്ക് ഇപ്പം ഇങ്ങനെ പറയാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാനങ്ങ് പറയാം കേട്ടോ. എനിക്ക് കൂടുതൽ ഇങ്ങനെ ഇതാക്കി പറയാനൊന്നും അറിയത്തില്ല. ഇപ്പം എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാനങ്ങ് പറയാം. നമ്മൾ വന്ന നല്ല കറക്റ്റ് സമയത്ത് സൂര്യൻ ഇങ്ങനെ ചുമ അവിടെ നിന്നാൽ കാണാമായിരുന്നു. അതെ അതെ അതെ, ഈ ഒരു കപ്പൽ പള്ളി കണ്ടോ? കപ്പലിലാണ് ആ പള്ളി ഇരിക്കുന്നത്, കണ്ടോ? അത് നമുക്ക് കാണാം. ഇങ്ങനെ കപ്പലിൻ്റെ മുകളിലാണ് ആ പള്ളി അവിടെ ഇരിക്കുന്നത്. ഈ മഴ കാരണം എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ, മഴ നനഞ്ഞു. നമുക്ക് വണ്ടിയെ കയറാം. അതെ, ഒരു അരമണിക്കൂർ നേരത്തെ വന്നാൽ മതിയായിരുന്നു. ഞാൻ അതിനെ കൂടെ നടക്കാവുന്ന വീട്ടാണ്. ഞാൻ ഊമനെ കാണുന്നില്ല. ഒരു അരമണിക്കൂർ നടന്നു പോകാവേ, സുഖമാണ്. പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്താ വന്നത്. സൂര്യൻ നല്ല ചുമന്നിരിക്കുന്നല്ലേ? എന്തായാലും അടിപൊളി. എനിക്ക് തോന്നുന്നു നമ്മൾ കടലിൽ പോകുന്നതിനേക്കാൾ നല്ല ഇവിടെ ആണെന്ന് തോന്നുന്നല്ലേ? ആ, സമയം വേണം. ഇതാണ് കപ്പൽ പള്ളി. കണ്ട കപ്പൽ പള്ളി ഇവിടുന്ന് കാണാം. നമുക്ക് അങ്ങ് അതിൻ്റെ അടുത്തോട്ട് പോയി ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ നെക്സ്റ്റ് ടൈം നമ്മൾ വരുമ്പോൾ ഈ സ്ഥലത്ത് നമുക്ക് കുറച്ചുകൂടെ എന്തുവാ കൂടുതൽ നമുക്ക് അവിടെ ഞങ്ങൾ മറ്റേ എന്തടി ഹാർബർ അല്ലേ? ആ, ഹാർബറിൻ്റെ അങ്ങ് അറ്റം വരെ നടക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ തവണ നമുക്കതൊന്നും പറ്റിയില്ല. അവിടെ വരെ ജസ്റ്റ് നിന്ന് ഒന്ന് കാണാനേ പറ്റിയുള്ളൂ. എന്താണ് അടുത്ത തവണ നമുക്ക് അങ്ങ് അറ്റം വരെ നടക്കണം കേട്ടോ. കൊള്ളാം, എന്തായാലും അടിപൊളിയാണ്. ഇവിടെ അടിപൊളിയാണ്. ഈ സ്ഥലം പറഞ്ഞേടി, ഇത് ചെല്ലാനം, ചേർത്തല ചെല്ലാനത്താണ് കേട്ടോ. ഇത് സൂപ്പറാണ്. ഇത് പലർക്കും അറിയാമായിരിക്കും. ഞാൻ പക്ഷെ ഇവിടെ നമ്മളങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കിത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പറായിരുന്നു. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഞാനും അമ്മൂമ്മ, നന്ദു, മാമൻ, മുത്ത് പിള്ളേരെ ഞങ്ങളെല്ലാവരും കൂടെ പോവാം. മാമിയൊന്നും വന്നില്ല. ഞങ്ങളെല്ലാവരും കൂടെ പോവാം. ഓക്കെ, അപ്പം ബൈ ഗൈസ്, ബൈ.